ആവശ്യമുണ്ട് മാഡം. ഹസ്ബൻഡിൻ്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചു. അപ്പോൾ ഇന്ന് എന്തായാലും ലീവാക്കണം. കോഴിക്കോടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ പുറപ്പെട്ടാലാണ് സംസ്കാരത്തിനൊക്കെ മുന്നായിട്ട് പെട്ടെന്ന് എത്താൻ സാധിക്കുള്ളൂ മാഡം. സരിത ഇതെന്താണ് പറയുന്നത്? സവിത എന്തായി പറയുന്നത്? ഇന്ന് ഓൾറെഡി 2 പേര് ലീവല്ലേ? കുട്ടിക്കതറിയില്ലേ? അത് കൂടാണ്ടാണോ? കൂടാതെ ഇന്ന് 11 മണിക്ക് എനിക്ക് ഹെഡ് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട്. അതിന് ഞാൻ പോകുമ്പോൾ ഒരാൾക്ക് ചാർജ് കൊടുക്കണ്ടേ? ലീവുള്ള 2 സെക്ഷനിൽ ജൂനിയേഴ്സിനെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. സീനിയേഴ്സ് പോലുമല്ല, ജൂനിയേഴ്സിനെ ഇട്ടിട്ടാണ്, റിസ്ക് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങളിങ്ങനെ മാറി മാറി ഓരോരുത്തരെ അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, അമ്മ പ്രസവിച്ചു, അച്ഛൻ പ്രസവിച്ചു, പശു പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഈ സ്ഥാപനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഞാൻ കിടന്ന് ഇവിടെ കഷ്ടപ്പെടണം. താഴെയുള്ള ആൾക്കാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ഇവിടെ. ഓരോ ദിവസവും 5 ആൾ ലീവാണ്. ഞാൻ എന്ത് ചെയ്യും? കുട്ടിക്ക് ഇന്നലെ വന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്തായി? അതയച്ചാ? അതെൻ്റെ മേശപ്പുറത്ത് വന്നില്ലല്ലോ ഇതുവരെ. 27-ാം തീയതി വെച്ചാൽ മതിയെന്നോ? 27-ാം തീയതി വെക്കാനായിട്ട് എനിക്കത് ചെക്ക് ചെയ്യൊന്നും വേണ്ടേ? 2 ദിവസം കഴിഞ്ഞ് ഞാൻ ലീവല്ലേ? അതുപോരാണ്ട് എത്ര പെൻഡിങ് ഫയലാണ് അവിടെ ഇരിക്കുന്നത് കുട്ടിയുടെ സെക്ഷനിൽ നിന്ന്. എന്തറിഞ്ഞിട്ട് ഈ ലീവ് ചോദിക്കുന്നത്? അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ല കേട്ടോ. ആര് മരിച്ചാലും ഇനി ലീവില്ല, ആർക്കും ലീവില്ല കേട്ടോ. സ്വന്തം മരണത്തിനായാലും ഇനി ലീവില്ല. ഇനി മരിക്കുകയാണെങ്കിൽ തന്നെ അവിടെ വന്ന് നിങ്ങളുടെ ചാർജുള്ള ആൾക്കാരുടെ കബോർഡും ഉള്ള താക്കോലുകളും എല്ലാം, ചാർജുള്ള താക്കോലുകളെല്ലാം ഹാൻഡ് ഓവർ ചെയ്തിട്ട് വേണം മരിക്കാൻ കേട്ടല്ലോ. ഇനി ഇതിനായിട്ട് ഇങ്ങോട്ട് കുട്ടി വിളിക്കണ്ട കേട്ടോ.